ഗാലയിലെ അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്ന് വരുന്നത് കേവലം ഒരു മാച്ച് അപ്ഡേറ്റ് മാത്രമല്ല, ശ്രീലങ്കൻ മണ്ണിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം തങ്ങളുടെ ആധിപത്യം വീണ്ടും ഉറപ്പിച്ചു പറയുന്ന മാസ്മരിക പ്രകടനത്തിന്റെ വാർത്തകളാണ്. ഒന്നാം ടെസ്റ്റിൽ ആതിഥേയരായ ശ്രീലങ്കയെ ഒന്നാം ഇന്നിംഗ്സിൽ വെറും 284 റൺസിന് ചുരുട്ടിക്കെട്ടി 178 റൺസിന്റെ നിർണായകവും വലിയ ലീഡുമായി ഇന്ത്യൻ ടീം മത്സരത്തിന്റെ പൂർണ്ണ നിയന്ത്രണം കൈപ്പിടിയിലൊതുക്കിയിരിക്കുകയാണ്. ഗാലയിലെ പിച്ചിൽ സ്പിന്നിനും പേസിനും ഒരേപോലെ പിന്തുണ ലഭിക്കുന്ന സാഹചര്യത്തിൽ ഈ 178 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡ് എന്ന് പറയുന്നത് സാധാരണ ഒരു ലീഡല്ല, മറിച്ച് മത്സരത്തിന്റെ വിധി തന്നെ നിർണ്ണയിക്കാൻ പോകുന്ന ഒന്നാണ്. കളിയുടെ മൂന്നാം ദിനത്തിലേക്ക് കടക്കുമ്പോൾ മത്സരത്തിന്റെ തുടക്കം മുതൽ തന്നെ ലങ്കൻ പടയെ വിറപ്പിക്കുന്ന കാഴ്ചയാണ് ഗ്രൗണ്ടിൽ കാണാൻ സാധിച്ചത്. ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ ഉയർത്തിയ 462 റൺസെന്ന ഉയർന്ന സ്കോർ പിന്തുടർന്നിറങ്ങിയ ശ്രീലങ്കൻ ബാറ്റിംഗ് നിരയെ നമ്മുടെ ബൌളർമാർ അക്ഷരാർത്ഥത്തിൽ എറിഞ്ഞൊതുക്കുകയായിരുന്നു. കൃത്യതയാർന്ന ലൈനിലും ലെങ്തിലും പന്തെറിഞ്ഞ ഇന്ത്യൻ പേസർമാരും സ്പിന്നർമാരും തുടക്കം മുതൽ തന്നെ ശ്രീലങ്കൻ ബാറ്റർമാർക്ക് യാതൊരു അവസരവും നൽകിയില്ല. സ്കോർ ബോർഡിൽ വെറും 90 റൺസ് മാത്രമുള്ളപ്പോൾ തന്നെ അവരുടെ 5 മുൻനിര വിക്കറ്റുകൾ പിഴുതെടുക്കാൻ ഇന്ത്യൻ ടീമിനായി. ഒരു ഘട്ടത്തിൽ ശ്രീലങ്ക കടുത്ത തകർച്ചയെ അഭിമുഖീകരിക്കുകയും വലിയൊരു നാണക്കേടിലേക്ക് കൂപ്പുകുത്തുകയും ചെയ്യുമെന്ന് തോന്നിച്ച നിമിഷങ്ങളായിരുന്നു അത്. എന്നാൽ അവിടെ നിന്ന് കളി അത്ര എളുപ്പത്തിൽ വിട്ടുകൊടുക്കാൻ ലങ്കൻ ടീം തയ്യാറായിരുന്നില്ല. 6ാം വിക്കറ്റിൽ ഒന്നിച്ച സോനൽ ദിനുഷയും വിക്കറ്റ് കീപ്പർ ബാറ്റർ നിഷോൺ ഡിക്വെല്ലയും ചേർന്ന് അവിശ്വസനീയമായ ഒരു തിരിച്ചുവരവിനാണ് അവിടെ തറക്കല്ലിട്ടത്. ഇന്ത്യൻ ബൌളിംഗ് നിരയെ ഏകദേശം 3 മണിക്കൂറോളം ക്ഷമയോടെയും പ്രതിരോധത്തോടെയും നേരിട്ട ഇരുവരും ചേർന്ന് ശ്രീലങ്കൻ ടീമിന് വലിയൊരു ആശ്വാസമാണ് നൽകിയത്. ഇന്ത്യൻ ക്യാപ്റ്റൻ തങ്ങളുടെ പ്രധാന ബൌളർമാരെ മാറി മാറി പരീക്ഷിച്ച് പോരാടിയെങ്കിലും ഈ കൂട്ടുകെട്ട് പൊളിക്കാൻ ഇന്ത്യക്ക് നന്നായി വിയർക്കേണ്ടി വന്നു. പോരാട്ടത്തിനിടയിൽ സോനൽ ദിനുഷ തന്റെ കന്നി ടെസ്റ്റ് സെഞ്ചുറി തികച്ച് ശ്രീലങ്കൻ ക്യാമ്പിൽ പ്രതീക്ഷയുടെ വെളിച്ചം നിറച്ചപ്പോൾ മറുഭാഗത്ത് അനുഭവസമ്പന്നനായ നിഷോൺ ഡിക്വെല്ല 80 റൺസ് നേടി അതിശക്തമായ പിന്തുണ നൽകി. 90 റൺസിൽ 5 വിക്കറ്റ് എന്ന ഭയാനകമായ നിലയിൽ നിന്ന് സ്കോർ 236 വരെ എത്തിച്ച ശേഷമാണ് ഈ കൂട്ടുകെട്ട് പൊളിക്കാൻ ഇന്ത്യക്ക് സാധിച്ചത്. എന്നാൽ ഈ കൂട്ടുകെട്ട് തകർന്നതോടെ ശ്രീലങ്കയുടെ താഴത്തെ നിര വീണ്ടും പതറുകയും ഒടുവിൽ 284 റൺസിൽ അവരുടെ ഒന്നാം ഇന്നിംഗ്സിന് വിരാമമാവുകയും ചെയ്തു. ഇന്ത്യൻ ബൌളിംഗ് നിരയുടെ പ്രകടനത്തിലേക്ക് നോക്കിയാൽ ഈ മത്സരത്തിൽ ഏറ്റവും വലിയ തരംഗമായി മാറിയത് യുവ സ്പിന്നർ മാനവ് സുതാറിന്റെ തകർപ്പൻ പ്രകടനമാണ്. ലങ്കൻ ബാറ്റിംഗ് നിരയുടെ നട്ടെല്ലൊടിച്ചുകൊണ്ട് സുതാർ 4 പ്രധാന വിക്കറ്റുകളാണ് എറിഞ്ഞു വീഴ്ത്തിയത്. സുതാറിന് മികച്ച പിന്തുണ നൽകിക്കൊണ്ട് 2 വിക്കറ്റുകൾ നേടി രവീന്ദ്ര ജഡേജയും തിളങ്ങി. എന്നാൽ ഈ മത്സരത്തിലെ ഏറ്റവും വലിയ ചരിത്ര മുഹൂർത്തം പിറന്നത് ജഡേജയുടെ കൈകളിലൂടെയാണ്. മത്സരത്തിനിടെ തന്റെ ടെസ്റ്റ് കരിയറിലെ 350ാം വിക്കറ്റ് സ്വന്തമാക്കിയ ജഡേജ ക്രിക്കറ്റ് ചരിത്രത്തിന്റെ താളുകളിൽ തന്റെ പേര് സുവർണാക്ഷരങ്ങളിൽ എഴുതിച്ചേർത്തു. ഇതുകൂടാതെ ടെസ്റ്റ് ക്രിക്കറ്റിന്റെ ചരിത്രത്തിൽ 4000 റൺസും 350 വിക്കറ്റുകളും തികയ്ക്കുന്ന ലോകത്തിലെ തന്നെ എണ്ണപ്പെട്ട അപൂർവ ഇതിഹാസ താരങ്ങളുടെ ക്ലബ്ബിൽ ഇടം പിടിക്കാനും ജഡേജയ്ക്ക് സാധിച്ചു. ബൌളിംഗിന് പുറമെ ഗ്രൗണ്ടിലെ ഫീൽഡിംഗ് മികവും ഈ മത്സരത്തിലെ പ്രധാന ആകർഷണമായിരുന്നു. ശ്രീലങ്കയുടെ ഇന്നിംഗ്സിനിടെ ഗ്രൗണ്ടിൽ വായുവിൽ പറന്ന് ശുഭ്മാൻ ഗിൽ എടുത്ത ആ അവിശ്വസനീയമായ ക്യാച്ച് കാണികളെയും കമന്റേറ്റർമാരെയും ഒരുപോലെ അമ്പരപ്പിച്ചു കളഞ്ഞു. സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൈറലാകുന്നതും ഗില്ലിന്റെ ഈ വിസ്മയ ക്യാച്ചാണ്. ഇനി ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് ബാറ്റിംഗിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മലയാളി താരം ദേവ്ദത്ത് പടിക്കലിന്റെ മാസ്മരിക ഇന്നിംഗ്സാണ് നമ്മൾ കണ്ടത്. തന്റെ കരിയറിലെ ഏറ്റവും മികച്ച ഫോമിൽ കളിച്ച പടിക്കൽ ഇരട്ട സെഞ്ചുറിക്ക് തൊട്ടരികെ 167 റൺസ് എടുത്ത് പുറത്തായെങ്കിലും ഇന്ത്യയെ സുരക്ഷിതമായ ഒരു ഉയർന്ന സ്കോറിലേക്ക് നയിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. രാഹുൽ 82 റൺസും വിക്കറ്റിന് പിന്നിലും മുന്നിലും ഒരേപോലെ തിളങ്ങിയ ധ്രുവ് ജുറേൽ 51 റൺസും നേടി ഇന്ത്യൻ ഇന്നിംഗ്സിന് കൂടുതൽ കരുത്തേകി. രണ്ടാം ദിനം 9 വിക്കറ്റ് നഷ്ടത്തിൽ 460 റൺസ് എന്ന നിലയിൽ കളി അവസാനിപ്പിച്ച ഇന്ത്യ മൂന്നാം ദിനത്തിന്റെ തുടക്കത്തിൽ 2 റൺസ് കൂടി കൂട്ടിച്ചേർത്താണ് 462 റൺസിന് ഓൾ ഔട്ടായത്. ചുരുക്കത്തിൽ ബാറ്റിംഗിൽ പടിക്കലിന്റെ സെഞ്ചുറി തിളക്കവും ബൌളിംഗിൽ മാനവ് സുതാറിന്റെ വിക്കറ്റ് വേട്ടയും ചരിത്ര നേട്ടവുമായി അപൂർവ റെക്കോർഡ് സ്വന്തമാക്കിയ രവീന്ദ്ര ജഡേജയുടെ പ്രകടനവും ഗ്രൗണ്ടിലെ ഫീൽഡിംഗ് മിന്നൽ പ്രകടനങ്ങളുമെല്ലാം ചേർന്ന് ഗാലയിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിജയക്കൊടി പാറിക്കാൻ പൂർണ്ണമായും സജ്ജമായി കഴിഞ്ഞു. 178 റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡുമായി രണ്ടാം ഇന്നിംഗ്സ് ബാറ്റിംഗ് ആരംഭിക്കുന്ന ഇന്ത്യൻ ടീം ശ്രീലങ്കയ്ക്ക് മുന്നിൽ വലിയ വിജയലക്ഷ്യം വെച്ചു നീട്ടി അവരെ പൂർണ്ണമായി മുട്ടുകുത്തിക്കാനുള്ള പ്ലാനിലാണ്. ഗാലയിലെ ടെസ്റ്റ് മത്സരത്തിന്റെ വരും ദിവസങ്ങളിൽ ഇന്ത്യൻ ടീമിന്റെ ആധിപത്യം കൂടുതൽ ശക്തമാകുമെന്ന ഉറപ്പാണ്. ഇനി കളി എങ്ങോട്ട് തിരിയുമെന്നും ഇന്ത്യ എത്ര വലിയ വിജയം സ്വന്തമാക്കുമെന്നും നമുക്ക് വരും മണിക്കൂറുകളിൽ കണ്ടുതന്നെ അറിയാം. ക്രിക്കറ്റ് ലോകത്തെ പുതിയ വാർത്തകൾ വേഗത്തിൽ അറിയാൻ ഫാസ്റ്റ് ക്രിക്കറ്റ് മലയാളം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പ്രിയപ്പെട്ട താരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്യൂ. പുതിയൊരു ക്രിക്കറ്റ് വാർത്തയുമായി അടുത്ത വീഡിയോയിൽ കാണാം.